Wow, what a Dubai. അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് ബുർജ് ഖലീഫ കാണാനാണ്. ദുബായ് മോളിൽ പോയിട്ട് ബുർജ് ഖലീഫ കാണാൻ. ദുബായ് വരെ വന്നിട്ട് ബുർജ് ഖലീഫ കാണാതെ പോകാൻ പറ്റുമോ? നടപടിയാവുന്ന കേസാണോ? അല്ല. അങ്ങനെ നമ്മൾ പോവാന്ന് വിചാരിച്ചു. പോകുന്ന ദിവസം വളരെ അടിപൊളി ദിവസമാണ്. വീക്കെൻഡ് ആയിരുന്നു. റോഡിൽ ട്രാഫിക്കും ദുബായ് മോളിൽ ജനക്കൂട്ടം. അടിപൊളി ഡേ. എന്തായാലും നമ്മൾ ഒരുങ്ങി കെട്ടി ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ അത് നമ്മൾ എന്തായാലും നടപ്പിലാക്കിയിരിക്കുമല്ലോ. അങ്ങനെ ഒരു ഡേ ആണ് ഇന്നത്തെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വീഡിയോസ് എടുത്തിട്ടില്ല, ഉള്ളതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ ആ ഹാപ്പിനെസ് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ചെയ്യാന്ന് വെച്ച് ചെയ്യാണ്. എൻ്റെ അമ്മ ഒരു വിധം ദുബായ് മോളിൻ്റെ ഉള്ളിൽ കയറിയതിന് എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോയെന്ന് വെച്ചാൽ പാർക്കിങ് കിട്ടാനില്ല. എല്ലായിടത്തും ഫുള്ളായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ചാടി പുറത്തിറങ്ങി. സമയം വേസ്റ്റ് ചെയ്യണ്ട, ഉള്ള സമയം നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാമല്ലോ എന്നുള്ള ചിന്താഗതിയിൽ ചാടി ഇറങ്ങി തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ദുബായ് അക്വേറിയം ഉള്ളത്. ഇത് പറഞ്ഞാൽ ഒരു സീൻ തന്നെയാണ് കേട്ടോ. നല്ലൊരു സീനറി തന്നെയാണിത്, നല്ലൊരു കാഴ്ച തന്നെയാണിത്. ഞാൻ ദുബായിൽ വന്ന സമയത്ത് തന്നെ എപ്പോഴും ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ട് നോക്കിയിരുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. ആ ഒരു സീൻ അത്രയ്ക്ക് രസമാണ്. ആദ്യം കാണുന്നവർക്ക് അത് എപ്പോഴും രസം. ആദ്യം നല്ല കേട്ടോ, ഇപ്പോൾ കാണുമ്പോഴും ഒരു എക്സൈറ്റ്മെന്റ് തന്നെയാണ്. എങ്ങനെയല്ലേ ഇവരതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്? ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് ആകാംക്ഷയായിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ദുബായ് അക്വേറിയം. ക്രൗഡഡ് എന്നൊക്കെ പറഞ്ഞാൽ മതിയോ എനിക്കല്ല, അത്രയ്ക്ക് ജനങ്ങളായിരുന്നു അതിനകത്ത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ശരിക്കും ഒറിജിനൽ വോയിസിൽ എടുത്ത വീഡിയോസ് ആയിരുന്നു. ശബ്ദം സഹിക്കാൻ പറ്റാത്തത് കാരണം ഞാൻ വോയിസ് ഓവർ ചെയ്യുകയാണ്. പിന്നെ ഇടയിൽ ഇതേപോലെ 1-2 ഫോട്ടോസൊക്കെ ഞാനിങ്ങനെ ഇടയിൽ എടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക്. പിന്നെ ഈ ഒരു ഡെസ്റ്റിനേഷൻ, അതായത് ദുബായ് മോളിലുള്ള ഈ ഒരു സംഭവം ഒരു ഇതെല്ലാവരും ഫോട്ടോസിൽ കണ്ടിട്ടുണ്ടാവും. ദുബായിൽ വന്ന എല്ലാവരും തന്നെ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാതെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല രസമുള്ള കാഴ്ച തന്നെയാണതും. ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് വെച്ചാൽ എൻ്റെ കുട്ടി നല്ല ഹാപ്പിയാണ്. കണ്ടില്ല നിൽക്കണത്, എന്താ സുന്ദരിയല്ലേ അവൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അവൾ എന്നെ പോലെ തന്നെയാണ്. അവൾ ഒരു പുതുതായിട്ടൊരു കാഴ്ച കാണുമ്പോൾ അത് അത്രയ്ക്ക് ഗ്രാബ് ചെയ്തെടുത്ത് നമ്മളത് മനസ്സിലേക്ക് എടുത്ത് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ അടുത്ത് അങ്ങനെ അല്ലാത്ത ഫ്രണ്ട്സും എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ടിനെ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു ഇതാണ്. അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് ശരിക്കും പറ്റും. അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബുർജ് ഖലീഫേൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ബുർജ് ഖലീഫേൻ്റെ അവിടെ എന്തൊരു ഭംഗിയല്ലേ, നോക്കൂ എന്ത് രസമായിട്ടാണ് കിടക്കുന്നത്. ഫുൾ ലൈറ്റ്, നൈറ്റ് ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിനൊക്കെ വെല്ലാൻ വേറെ ഒരു സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് രസമല്ലേ കാണാൻ. സോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ബുർജ് ഖലീഫ കാണാനായിട്ടുള്ള എക്സൈറ്റ്മെന്റിൽ ഞാൻ അവളെ കൂടെ ചേർന്ന് അവളെ എക്സൈറ്റ്മെന്റ് എനിക്കും ഇങ്ങനെ പകർന്ന് കിട്ടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ബുർജ് ഖലീഫേൻ്റെ അടുത്തെത്തി. ഹോപ്പ്ഫുള്ളി വാട്ടർ ഡാൻസ് ഒക്കെ തുടങ്ങുമായിരിക്കും. അല്ലാതെ വെറും പറ്റിക്കൽ മിന്നൽ മാത്രമാണോ? വാട്ടർ ഡാൻസ് തുടങ്ങിട്ടോ. വഴിക്ക് സെഫോറേൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് വെറുതെ കയറി നോക്കാൻ നീച്ചെങ്ങനെ കയറി നോക്കാൻ ഇപ്പം എന്തായാലും
ഇങ്ങനെ കയറി നോക്കി അപ്പുറത്തെ ഇറങ്ങാല്ലേ ഇറങ്ങാ നോക്കൂ. ഫ്രണ്ട്സ് കണ്ടോ സൺഡേ ഉള്ള നമ്മളെ ദുബായ് മോളിൻ്റെ ഒരു അവസ്ഥ എന്താണിത്? സോ ഹിയർ കംസ് ദ മാൻഡേറ്ററി പ്രോസസ്. വാഷ്റൂമിൽ പോയി 3-4 ഫോട്ടോസ് എടുക്കാതെ നമുക്ക് ഇറങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം നമ്മൾ അത് തന്നെ ചെയ്തിരിക്കും. അതാണ് ഇപ്പോൾ കാണുന്നത്. സോ ഒരു ഹാപ്പി ഡേ ആയിരുന്നു ഞങ്ങൾക്ക്. അവള് ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിരുന്നു. അവൾ ആ ഹാപ്പിനെസ് കണ്ടിട്ട് ഞാൻ അതിലേറെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് ആയിരുന്നു. എനിവേ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.